നമസ്കാരം. ഇന്നത്തെ എപ്പിസോഡിൽ ലോകത്തെ ആശങ്കപ്പെടുത്തുന്ന പശ്ചിമേഷ്യയിലെ യുദ്ധം ലോകത്തെ ആകെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് വിശദീകരിക്കാൻ പോകുന്നത്. ഹോർമൂസ് കടലിടുക്ക് കടക്കുന്നത് വിലക്കിയ ഇറാനെതിരെ ഡൊണാൾഡ് ട്രംപ് 48 മണിക്കൂർ അന്ത്യശാസനം പുറപ്പെടുവിച്ചതോടെ സ്ഥിതി അതീവ ഗുരുതരമായി മാറിയിരിക്കുകയാണ്. തന്റെ അന്ത്യശാസനം പാലിക്കാത്ത പക്ഷം ഇറാൻ പൂർണ്ണ നാശം നേരിടേണ്ടി വരുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. എന്നാൽ ഈ ഭീഷണിക്കൊന്നും വഴങ്ങില്ലെന്ന മറുപടിയുമായി അടുത്ത മണിക്കൂറിൽ തന്നെ ഇറാൻ സൈന്യം രംഗത്ത് വന്നതോടെ ലോക സാമ്പത്തിക ക്രമത്തെ തന്നെ ഈ യുദ്ധം ഗുരുതരമായി ബാധിക്കുമെന്ന് ഉറപ്പായിരിക്കുന്നു. ഇതോടെ ആഗോളതലത്തിൽ വലിയ യുദ്ധസാധ്യതയും അതിൻ്റെ ഭീമമായ പ്രത്യാഘാതങ്ങളും സംബന്ധിച്ച് ഭീതിയും ഉയരുകയാണ്. വാഷിംഗ്ടണിൽ നിന്ന് വന്ന ഈ അന്ത്യശാസനം കാരണം ഹോർമൂസ് കടലിടുക്കിനെ ചുറ്റിപ്പറ്റിയുള്ള സംഘർഷം ശക്തമായി ഉയർന്നു. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞത്, വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ഫലം കാണാം, അത് വളരെ നല്ലതായിരിക്കും എന്നായിരുന്നു. എന്നാൽ മണിക്കൂറുകൾ വെച്ച് നിലപാട് മാറ്റി പറയുന്ന ട്രംപിന്റെ അടുത്ത നീക്കം എന്തായിരിക്കുമെന്ന് ആർക്കും ഒരു നിശ്ചയമില്ല. മാർച്ച് 21-നാണ് ട്രംപ് ഇറാന് 48 മണിക്കൂർ അന്ത്യശാസനം നൽകിയത്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കടൽ വ്യാപാര മാർഗങ്ങളിലൊന്നായ ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും തുറക്കണമെന്നായിരുന്നു ട്രംപിന്റെ അന്ത്യശാസനം. അതിൽ വീഴ്ച വരുത്തിയാൽ ഇറാന്റെ വൈദ്യുതി അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരെ അമേരിക്ക ആക്രമണം നടത്തുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പറഞ്ഞത്, 48 മണിക്കൂറിനുള്ളിൽ ഹോർമൂസ് കടലിടുക്ക് ഭീഷണി കൂടാതെ തുറക്കാത്ത പക്ഷം അമേരിക്ക ഇറാന്റെ പ്രധാന വൈദ്യുതി നിലയങ്ങൾ ലക്ഷ്യമാക്കി ആക്രമണം നടത്തും എന്നായിരുന്നു. അതിന് പിന്നാലെ ഇറാൻ ഇപ്പോൾ പ്രതിരോധശേഷി നഷ്ടപ്പെട്ടിരിക്കുന്നു, അവർ കരാർ വേണമെന്നാണ് പറയുന്നത്, എന്നാൽ ഞാൻ അതിന് തയ്യാറല്ല എന്നും ട്രംപ് പറഞ്ഞത് ലോകരാജ്യങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കി. ട്രംപിന്റെ ഈ ഭീഷണികൾക്ക് മറുപടിയായി മാർച്ച് 22-ന് ഇറാന്റെ സൈന്യം കടുത്ത മുന്നറിയിപ്പുമായി രംഗത്തെത്തി. ഇറാന്റെ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ അമേരിക്കയുടെയും മേഖലയിലുള്ള അവരുടെ കൂട്ടാളി രാജ്യങ്ങളുടെയും എല്ലാ ഊർജ്ജ ഡിസാലിനേഷൻ സംവിധാനങ്ങളും തങ്ങൾ ലക്ഷ്യമാക്കും. ഇതാണ് ഇറാന്റെ സൈനിക കമാൻഡ് വ്യക്തമാക്കിയത്. അമേരിക്ക ഇറാന്റെ വൈദ്യുതി നിലയങ്ങളെ ആക്രമിച്ചാൽ ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും അടയ്ക്കും എന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. അത്തരമൊരു ആക്രമണം ഉണ്ടെങ്കിൽ മുഴുവൻ മേഖലയിലെ എണ്ണ വൈദ്യുതി അടിസ്ഥാന സൗകര്യങ്ങൾ നിയമപരമായ തങ്ങളുടെ ലക്ഷ്യങ്ങളായി കണക്കാക്കി നശിപ്പിക്കുമെന്നായിരുന്നു ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ ഖാലിബാഫിന്റെ മുന്നറിയിപ്പ്. ഭീഷണികൾ നമ്മെ കൂടുതൽ ഐക്യത്തിലേക്ക് നയിക്കുന്നു. ഇറാനെ ഇല്ലാതാക്കാമെന്ന ആശയം ട്രംപിന്റെയും നെതന്യാഹുവിന്റെയും ഒരു ഭ്രമം മാത്രമാണ് എന്നായിരുന്നു ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറഞ്ഞത്. ഹോർമൂസ് കടലിടുക്ക് ഇതുവരെ പൂർണ്ണമായും അടച്ചിട്ടില്ലെന്നും എന്നാൽ ഞങ്ങളുടെ മണ്ണിനെ കടന്നാക്രമിക്കുന്നവർക്കും അവരെ പിന്തുണയ്ക്കുന്നവർക്കും മാത്രമാണ് നിയന്ത്രണമെന്നും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ വ്യക്തമാക്കി. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഗതാഗത മാർഗങ്ങളിലൊന്നായ ഹോർമൂസ് കടലിടുക്ക് ഇപ്പോൾ പൂർണ്ണമായും ഇറാന്റെ നിയന്ത്രണത്തിലാണ്. ഇറാൻ അനുമതിയില്ലാതെ കടന്നുപോകുന്ന കപ്പലുകൾ സൈന്യം ലക്ഷ്യമിടുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. അതേസമയം ഈ മാർഗം സുരക്ഷിതമാക്കാൻ അമേരിക്ക സഖ്യകക്ഷികളുടെ പിന്തുണയും സഹായവും അഭ്യർത്ഥിച്ചെങ്കിലും ഒരു രാജ്യവും ട്രംപിന്റെ അഭ്യർത്ഥന കേട്ടതായി പോലും ഭാവിച്ചില്ല. ഈ സംഘർഷത്തിന്റെ തുടക്കം ഫെബ്രുവരി 28-നായിരുന്നു. ഇറാൻ അമേരിക്ക ആണവ ചർച്ചകൾ നടക്കുന്നതിനിടയിൽ അമേരിക്കയും ഇസ്രയേലും നടത്തിയ ആക്രമണമാണ് യുദ്ധത്തിലേക്ക് നയിച്ചത്. ആക്രമണത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനി കൊല്ലപ്പെട്ടതോടെ സ്ഥിതി വേഗത്തിൽ വഷളായി. ഇതിന് പ്രതികാരമായി അമേരിക്കൻ സൈനിക താവളങ്ങളുള്ള ഗൾഫ് രാജ്യങ്ങൾക്കെതിരെ ഇറാൻ ആക്രമണം ആരംഭിച്ചു. ആ രാജ്യങ്ങളിലെ അമേരിക്കൻ ബേസ് ക്യാമ്പുകൾ ലക്ഷ്യമാക്കിയായിരുന്നു പ്രധാനമായും ആക്രമണങ്ങൾ. ഇസ്രയേലിനെ ലക്ഷ്യമാക്കിയും മിസൈലുകളും ഡ്രോണുകളും പ്രയോഗിച്ചു. വാഷിംഗ്ടണുമായി ഇനി യാതൊരു ചർച്ചയും ഉണ്ടാകില്ലെന്ന് ഇറാൻ അസന്ദിഗ്ധമായി വ്യക്തമാക്കി. കഴിഞ്ഞ ഏതാനും ആഴ്ചകളിൽ നിരവധി ഇറാൻ നേതാക്കളെ ഇസ്രയേലും അമേരിക്കയും ചേർന്ന് വധിച്ചിരുന്നു. അതിന് പിന്നാലെ ഇറാൻ പുതിയ പരമോന്നത നേതാവായി മോജ്തബ ഖമേനിയെ തെരഞ്ഞെടുക്കുകയും പ്രത്യാക്രമണം ആരംഭിക്കുകയും ചെയ്തു. ഡിപ്ലോമാറ്റിക് തലത്തിൽ ട്രംപ് ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും അമേരിക്കയുമായി യാതൊരു സമാധാന ചർച്ചയ്ക്കും തങ്ങൾ തയ്യാറല്ല എന്നാണ് ഇറാൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിനിടെ ആഗോള എണ്ണ വിപണിയും സമ്മർദ്ദത്തിലായി. അമേരിക്കയിൽ പോലും യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ബാരലിന് $80 ഉണ്ടായിരുന്നത് ഇപ്പോൾ $125 കുതിച്ചുയർന്നു. ഹോർമൂസ് കടലിടുക്കിലെ നിയന്ത്രണങ്ങൾ കാരണം എണ്ണ വിതരണം ലോകമാകെ തടസ്സപ്പെടാനുള്ള സാധ്യതയും വർദ്ധിച്ചിരിക്കുകയാണ്. അതെ, ഇത് വെറും ഒരു പ്രാദേശിക സംഘർഷമല്ല, ലോകത്തിന്റെ ആകെ സാമ്പത്തിക മേഖലയെയും സുരക്ഷാ സംവിധാനങ്ങളെയും തന്നെ ബാധിക്കാവുന്ന ഒരു വൻ പ്രതിസന്ധിയായി വളർന്നിരിക്കുന്നു. ദീർഘവീക്ഷണമോ രാജ്യതന്ത്രജ്ഞതയോ ഇല്ലാതെ ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ വാക്കുകേട്ട് ഇറാനെ കടന്നാക്രമിക്കാൻ ഇറങ്ങി പുറപ്പെട്ട ട്രംപിന്റെ ജനപ്രീതിയും അമേരിക്കയിൽ കുത്തനെ ഇടിഞ്ഞിരിക്കുകയാണ്.
ഇപ്പോൾ യുദ്ധം അവസാനിപ്പിക്കാനായി നെട്ടോട്ടമോടുന്ന സമനില തെറ്റിയ ട്രംപിനെയാണ് കാണുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. കൂടുതൽ വിവരങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.